എന്ന് എന്നിട്ടാണ് മമ്മീടെ അടുത്ത് കൊച്ചെന്താ പറയണോ? ഏത് സാധനം? എന്താന്ന് കേക്കല്ല. അതെന്താ? ഇങ്ങോട്ട് നോക്കി. എന്റെ ഹാപ്പി ബർത്ത്ഡേ ശനിയാഴ്ച എല്ലാവരും പറഞ്ഞോട്ടോ. നോക്കാണ് ചാച്ചനോടക്കി ചേട്ടൻ പുറത്തു. എന്റെ ഹാപ്പി ബർത്ത്ഡേ ശനിയാഴ്ച എല്ലാവരും പറഞ്ഞോട്ടോ. അല്ല അതിന് അടുക്കളയിലേക്ക് പോയി. ചേച്ചിയോടായിരുന്നു. അതിന്റെ എന്റെ ഹാപ്പി ബർത്ത്ഡേ ശനിയാഴ്ച സാറ്റാടെ പറഞ്ഞോട്ടോ. ചേച്ചിയായിട്ട് കൂടെ ഒന്നും അവന്റെ ബർത്ത്ഡേ ക്ഷണിക്കാൻ വന്നതാ ശനിയാഴ്ച. അങ്ങനെ പൊന്നിനെ പോയി വിളിച്ച് മോളി പോവാനും വിളിച്ചു തോന്നുന്നു. ശനിയാഴ്ച ഉച്ചക്ക് ഇങ്ങനെ നമ്മള് രണ്ടു പിള്ളേരെ വിളിച്ചോണ്ട് അന്നിങ്ങനെ എല്ലാരും വിളിക്കണമെന്ന് പറഞ്ഞതാണ്. എന്റെ വർത്താനം പിന്നെ വാ കൊണ്ടുവരുമോ? ഇപ്പഴാണ് പണി. പഠിക്കുന്ന കാര്യത്തില് ഞാൻ പഠിക്കുന്ന കുഴപ്പമൊന്നുമില്ല. ഇപ്പഴാണ് നമ്മുടെ മിഠായി കൊടുക്കണ്ടേന്ന് പറഞ്ഞു. ഓർമ്മ കൊടുത്താൽ മതി. അതൊക്കെ പൊടിയടാ. നിന്നെ എല്ലായിടത്തും കൊണ്ടുപോണ്ടാ. മിഠായി തന്നെയാണത്. ഞാൻ കൊണ്ടുപോയ മിഠായി മേടിച്ചെടുത്തു. ഞാൻ നല്ല ഇടി മേടിച്ചു. ഞാൻ പുറത്തൊക്കെ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ പെട്ടിട്ട് കയറാൻ ചേച്ചി പണി തന്നെ. എല്ലായിടത്തും കൊണ്ടുപോകും. മാമും പറയാണ് ഇത് ഹൈപ്പറാന്ന്. ആ മാമും പറയുന്നത് ഹൈപ്പറാന്ന്. ഒരു സെക്കൻഡ് ആ മാം പറഞ്ഞ് കേൾക്കണ്ടേ, ശ്രദ്ധിക്കണ്ടേ? ഒന്നും ശ്രദ്ധിക്കില്ല. വെറുതെ അങ്ങനെ എന്തിനാ എന്നോട് പറയാനേ ആ പെട്ടി അവിടെ വെച്ചാൽ മതി. അപ്പൊ എല്ലാരും ചോദിച്ചാൽ എന്താ സാധനം എല്ലാരും കാണിക്കാൻ വേണ്ടി. അതെന്താന്ന് നോക്കിയോ? അതെന്താന്ന് നോക്കി അക്കിയോളത്തിന്റെ മുകളിൽ ഇരിക്കുന്ന അക്കിയോളത്തിന്റെ മുകളിൽ ഇരിക്കുന്ന എന്താന്ന് നോക്കി ചോദിക്കാൻ പറയും. അത് അവിടെ തിന്നത് എന്റെ പൊന്നു എന്തിനു മോനെ പൊടി ഈ സാധനം മുറ്റത്ത് ചാക്കിക്കൊണ്ട് തന്നത് നടക്കുന്ന വഴി മുഴുവൻ സാധനമാണ്. മമ്മി പറഞ്ഞിട്ട് മനുഷ്യനെ മേത്തും ആ കൊച്ചിനെ അറിയാൻ പാടില്ല ഒരു സ്വഭാവം. മമ്മിയാണ് കൊടുത്തെടുത്തത്. ഞാൻ വായിക്കളാം. ഞാൻ മഴയ്ക്ക് പോയി മമ്മി തന്നെ അടിച്ചു കൊടുത്തേക്ക്. മഞ്ഞപ്പൊടിയുടെ ഉള്ളിലിട്ട് കൊണ്ടുവന്നതാണ്. മഞ്ഞപ്പൊടിയുടെ കഥ ഏതാ ആ മിഠായി. എന്തിനു പാടും ദേവിയൊക്കെ പോയിട്ട് വന്ന ഈ മിഠായാണ് അവര് കൊണ്ടുവന്നത്. അതെടുത്ത് ഞാൻ വീക്കി കളയും. പോപ്പി കണ്ടി കൊത്തുന്നു. ഞാൻ ആ സാധനം കാണ്ട് എത്തുമ്പോഴത്തേക്കും സാറിന്റെ ഇല്ലേ സാറൊക്കെ നമ്മളെടുത്ത രാജുവിനോട് ആ രാജുവിന് ആ പാട്ട പറക്കണ രാജുവിനെടുത്ത് സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കും. നിന്റെ സാധനമല്ല വേറെ സാധനങ്ങൾ വരാൻ പറഞ്ഞതാ. അത് അവിടെ നിന്ന് മാറ്റി വെച്ച് അത് കുത്തും ആരെങ്കിലും. ബർത്ത്ഡേക്ക് കേക്ക് കുടിക്കണേ അവിടെ കൊണ്ടുവന്ന് വെക്കാം. അല്ലെങ്കിൽ ഞാൻ അടുത്ത് കേക്കൊക്കെ ക്യാൻസൽ ചെയ്യും. അതെടുത്താ അവിടെ ഞാനും കൊണ്ടുവന്നിട്. അത് കൊണ്ടുവന്നിട്. ഇല്ലെങ്കിൽ ഞാനത് ബർത്ത്ഡേയുടെ കേക്കൊക്കെ ഞാൻ ക്യാൻസൽ ചെയ്യും. വേണോ? വർത്താനം
കണ്ടു കഴിഞ്ഞാൽ പറയണ്ട പൊങ്ങത്തരം കൂടും. പിന്നെ പൂയിപ്പിച്ചു തരാന്നൊക്കെ വിളിച്ച് ആ ചക്കൻ മെസ്സേജ് ചെയ്യുന്നു ശനിയാഴ്ച വിളിക്കാന്ന്. ഇവിടെ കെട്ടിട്ടുണ്ടെങ്കിൽ വീർപ്പിനെ പോലെ ഇവിടെ കെട്ടിട്ട് കെട്ടിട്ട് ഊതിയ വീർപ്പിനെ ഞാൻ പിള്ളേനെ ബുക്ക് എടുത്താൽ നോക്കാം. എന്നടിച്ചാൽ ഞാനോടിക്കും. എന്നടിച്ചാൽ ഞാനോടിക്കും. ഇതൊക്കെ അറിയാനാ നീ കരയാനിട്ടാ ഉള്ള കാര്യം മനക്കാം. കരയാം കപ്പ തെറ്റി കഴിയുമ്പോ കരയുന്നല്ല. മിഠായി കൊടുത്തതിന്റെ കാരണം എത്ര ഒന്നും അറിയാമോ? 2 ലോലിപോപ്പൊന്നും ഒരു ചോക്ലേറ്റും ഇപ്പൊ 4 തലയിലൊന്നും ഇടിക്കണ്ട. തല കഴുകുമോനെ തല വേണ്ട മോനെ. എന്റെ കൊള്ളത്തുണ്ടായിരുന്നില്ലേ മമ്മയ്ക്ക് കറുമുറു വേണ്ട. കൊടുക്കണ്ട പപ്പ വായില് വെച്ചേരാ. മഞ്ഞളിന്റെ കവറിലിട്ടേ മിഠായി എന്നാണ് അവര്. ബാക്കി കട പോണു. നീ ഒന്ന് ഇരുന്ന് കാണാൻ കൊതിയാവും തോന്നുന്നു. ഒന്ന് ഇരുന്നേമോ 5 മിനിറ്റ് നേരെ. ഇത് കുഞ്ഞേ മാം ചിലർക്ക് വരും. ഒരു സെക്കൻഡ് ഒന്ന് അങ്ങനെ അറിയോ? ഞാൻ പറഞ്ഞോട്ടെ ഇവങ്ങെന്ന് പറയുമ്പോഴേ പറഞ്ഞു നോക്കാൻ പറ്റില്ല. ഇവங்க എന്നിട്ട് പറയുമ്പോൾ മാമിനൊന്നും പറയാൻ പറ്റുമോ? മാം പറയും ഞാനൊന്ന് പറഞ്ഞോട്ടെ. സമ്മതിക്കില്ല. പഠിപ്പിക്കുമ്പോ അവന് വീടാ. തമ്പായി പ്രാർത്ഥനയൊക്കെ എന്താണെന്നറിയാമോ? തമ്പായിയോട് പ്രാർത്ഥിക്കുന്ന നേരത്ത് കളിച്ച് കിരിച്ചു വിറ്റു. അപ്പൊ അടങ്ങി ഒതുങ്ങിയിരിക്കണം. എങ്കിലല്ലേ തമ്പായി പ്രാർത്ഥന കേൾക്കുള്ളൂ. പ്രാർത്ഥന കേൾക്കാൻ തമ്പായിക്ക് കേൾക്കാൻ പറ്റും. ഇതൊക്കെ
പിള്ളേർ ഇവിടെ നിന്ന് ഒച്ചെടുത്തിട്ടുണ്ടെങ്കിൽ തമ്മയ്ക്ക് പ്രാർത്ഥന കേൾക്കാൻ പറ്റുമോ? എന്നിട്ടോട് കാണിച്ചിട്ടുണ്ട് അപ്പൊ അതിന് മമ്മി പറയണേ ഒച്ചെടുക്കുക താടിന് തീ ഇവിടെ നിന്നോളൂ കേട്ടാ. മൊത്തപ്പടി തുപ്പി പ്രാർത്ഥിക്കുമ്പോ ഞാൻ കളിക്കാൻ പോയിട്ടാ ആ ഉമ്മ കൊച്ചു ഉമ്മ വെച്ചതല്ലേ. ഇനി ഉമ്മ വെക്കണ്ട. മതി മതി ഉമ്മ പപ്പ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പപ്പ പ്രാർത്ഥിക്കട്ടടാ. ആ അത് പോയി കളിക്കാം. പ്രാർത്ഥിച്ചേട്ടെ. പ്രാർത്ഥിക്കുമ്പോ ഞാൻ ഡിസ്റ്റർബ് ചെയ്തിട്ടാ. വീട്ടില് പപ്പയുടെ കണ്ടെടുത്തുന്നേ ചെല്ലടാ. നിന്നോടല്ലേ നീ എന്നോടല്ലേ എടുത്തിട്ടാ പറയാ. നീ പറയാ എന്നോട് മടിയെന്ന് പറഞ്ഞാ നീ കണ്ണട പപ്പയുടെ കണ്ണട സ്റ്റെപ്പിൽ വരികയോ. നമ്മളെ അവനാവശ്യമായിട്ടില്ല. അത് അവൻ മനഃപൂർവ്വം കണ്ട നീ വെച്ചോ. മൂത്ത് നിറയെ തുപ്പി വെച്ചു. മൂത്തൊക്കെ തുപ്പി വെച്ചേക്കും. എന്തോന്ന് മാറ്റണമെന്നോ തുപ്പയ്ക്ക് ഭാഗത്ത് തുപ്പയ്ക്ക് കൊഞ്ചിക്കുന്നത് ചെടി അടിയില്ല. ചെടി അത് ആവശ്യമായി. ആ മിഠായിയുടെ ഇത് ഇതുവരെ കഴിഞ്ഞില്ല. ഒരു മിഠായി കൊടുത്ത് അവിടെ കൂടെ നോക്കട്ടെ. കൊല്ലാതെ തലമുടി സൂക്ഷിക്കട്ടാ. കണ്ണ് കണ്ണ് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാം.